നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നഗരത്തിലെ ഓട്ടോ പാർക്കിംഗ് നിയന്ത്രണം ഏർപ്പെടുത്താനും പരിധിവിട്ട ഓട്ടോ പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്താനും തീരുമാനം. തിരു നഗരസഭാ ചെയർപേഴ്സന്റെയും ഡിഎസ്പിയുടെയും നേതൃത്വത്തിൽ തിരു ജില്ലാ ആശുപത്രി റോഡിൽ മിന്നൽ പരിശോധന നടത്തി. നഗരസഭയോട് ചേർന്ന അച്ചുട്ടി റോഡിൽ ഓട്ടോ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗിൽ തീരുമാനമായി. തിരൂർ നഗരത്തിൽ മാത്രം 200-ലധികം ഓട്ടോറിക്ഷകൾക്കാണ് പെർമിറ്റ് ഉള്ളത്. നഗരസഭ അനുവദിച്ച ഓട്ടോ സ്റ്റാൻഡുകളിൽ പരിധിയിൽ കവിഞ്ഞ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. നഗരസഭയോട് ചേർന്ന അച്ചുട്ടി റോഡിൽ ഓട്ടോ പാർക്കിംഗ് പൂർണ്ണമായി നിരോധിക്കാനും തീരുമാനിച്ചു. റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയവർ തന്നെ നിയന്ത്രണത്തിൽ കവിഞ്ഞ ഓട്ടോ പാർക്കിങ്ങിനെതിരെ പരാതി നൽകിയതായി ചെയർമാൻ കിടത്തിൽ ഇബ്രാഹിം ഹാജി പറഞ്ഞു. നമ്മളുടെ മുനിസിപ്പാലിറ്റിയുടെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും ഇപ്പോൾ നമ്മളെ മോർച്ചറി, ഓൺകോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്ന ഈ അച്ചുട്ടി റോഡ് എന്ന് പറയുന്ന പിന്നെ ഒരിക്കലും അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. അവിടെ നോ പാർക്കിംഗ് ബോർഡ് നിർബന്ധമായി സ്ഥാപിക്കുകയും അവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അത് പിന്നെ പിഴ ഈടാക്കുന്നതുമാണ്. അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഈ റോഡ് വൈഡനിങ്ങിന് വേണ്ടിയിട്ട് വലിയ വിലപിടിപ്പുള്ള സ്ഥലം വിട്ടു തന്ന ആളുകളുണ്ട്. അത് വാഹന സൗകര്യത്തിന് വിട്ടു തന്നതാണ്. അവരെ പിന്നെ ഇവിടെ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അവർ ഇത്രയും വിലപിടിപ്പുള്ള സാധനം റോഡ് വികസനത്തിന് വിട്ടു തന്നിട്ട് അവിടെ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാണ് വിട്ടു തന്നതെന്നാണ് ചോദിക്കുന്നത്. തിരു DSP സിദ്ദീഖിന്റെയും നഗരസഭാ ചെയർമാന്റെയും നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രി റോഡിലെ ഓട്ടോ പാർക്കിംഗ് സ്ഥലം പരിശോധിച്ചു. ഇരുന്നൂറോളം ഓട്ടോകൾക്കാണ് നിലവിൽ പെർമിറ്റ് നൽകിയിട്ടുള്ളത്. 200ഓളം ഓട്ടോകൾക്ക് പെർമിറ്റിന് അപേക്ഷ ലഭിച്ചിട്ടുണ്ടെന്നും മതിയായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂവെന്നും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നമ്പർ നൽകുന്ന കാര്യം കൗൺസിൽ തീരുമാനമെടുക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. അപ്പോൾ തിരൂരിലെ ഈ ഇലക്ട്രിക് ഓട്ടോകൾക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു പെർമിറ്റല്ല, ഒരു നമ്പറിങ് കൊടുക്കേണ്ട ഭരണസമിതിയാണ് എന്നാണിപ്പോൾ പോലീസ് അതുപോലെ തന്നെ മോട്ടോർ വകുപ്പിൽ നിന്നൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത കൗൺസിൽ മീറ്റിങ്ങിൽ അത് പരിഗണിച്ച് അവർക്കൊരു നമ്പറിങ് വിവിധ അവർ സൂചിപ്പിക്കുന്നുണ്ട്. താന്നൂരൊക്കെ ഇതിന് പ്രത്യേക അനുമതി കൊടുത്തിട്ടുണ്ടെന്ന് അത് പരിശോധിച്ചിട്ട് അത് നടപടിയെടുക്കാൻ സ്വീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത യോഗം നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ ചേർന്നത്.